ഇതാണ് നമ്മുടെ ക്യാരിയുടെ എക്സ്പ്രഷൻ, ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യാൻ ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എ ബി എന്ന് പറഞ്ഞ ടേമിനെ നമ്മളൊന്നും ചെയ്യുന്നില്ല, തൽക്കാലത്തേക്ക് അതുപോലെ ഇടുകയാണ്. നമ്മൾ എ സി എന്ന് പറഞ്ഞ ടേമിനകത്ത് നമുക്ക് ബിയുടെ കമ്പോണൻറ്റ് മിസ്സിംഗ് ആണ്. അതുപോലെ ബി സി എന്ന് പറഞ്ഞ ടേമിനകത്ത് നമുക്ക് എയുടെ കമ്പോണൻറ്റ് മിസ്സിംഗ് ആണ്, നമുക്ക് യൂഷ്വലി ഇല്ല. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എ പ്ലസ് എ ബാറിൻ്റെ വാല്യൂ എന്തുവാണ് നമ്മൾ പഠിച്ചത്. എ പ്ലസ് എ ബാറിൻ്റെ വാല്യൂ എന്തുവാണ് നമ്മൾ പഠിച്ചത്? എ പ്ലസ് എ ബാർ എന്താ നമ്മൾ പഠിച്ചത്? ആരെങ്കിലും പറഞ്ഞേ. എ പ്ലസ് എ ബാർ 1. എന്തുകൊണ്ടാണ് 1 വന്നേ? കാരണം എ 1 ആണെങ്കിൽ എ ബാർ 0, അപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് 1. എ 0 ആണെങ്കിൽ എ ബാർ 1, അപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് 1. അപ്പോൾ എ പ്ലസ് എ ബാറിൻ്റെ വാല്യൂ എപ്പോഴും എന്തുമായിരിക്കും? 1 ആയിരിക്കും. ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ സെയിം ആയിരിക്കണമല്ലോ എന്ത്? ബി പ്ലസ് ബി ബാറിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 1 തന്നെ ആയിരിക്കണമല്ലോ. ശരി, ഞാൻ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമില്ല. ഈ ബി സി എന്ന് പറയുന്ന എ സി എന്ന് പറയുന്ന ടേമിൽ എന്ത് മിസ്സിംഗ് ആണ്? എ ബി അതുപോലെ തന്നെ എഴുതി. എ സി എന്ന് പറയുന്ന ടേമിൽ എന്ത് മിസ്സിംഗ് ആണ്? ബി മിസ്സിംഗ് ആണ്. അപ്പോൾ ബി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എ സിൻ്റെ കൂടെ ബി പ്ലസ് ബി ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അഥവാ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വ്യത്യാസമൊന്നും വാല്യൂയിൽ വരാൻ പോകുന്നില്ലല്ലോ. എ സീനെ ബി പ്ലസ് ബി ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ബി സീനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുന്നു? എ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എ പ്ലസ് എ ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി ഫൈനൽ വാല്യൂയിൽ വ്യത്യാസമൊന്നും വരില്ല, ബിക്കോസ് ബി പ്ലസ് ബി ബാർ ഇസ് ഈക്വൽ ടു 1 ആൻഡ് സെയിം ആസ് എ പ്ലസ് എ ബാർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ കിട്ടും? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ ബി പ്ലസ് അകത്തോട്ട് മൾട്ടിപ്ലൈ കിട്ടും എ ബി സീൻ പ്ലസ് എ ബി ബാർ സീൻ പ്ലസ് അകത്തോട്ട് എ ബി സീൻ പ്ലസ് എന്ത് കിട്ടും? എ ബാർ ബി സീൻ. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്? ആണോ? എ ബി അതുപോലെ തന്നെ എഴുതി. എ സീൻ ഇൻറ്റു ബി, ഞാൻ എ ബി അടുപ്പിച്ചാൽ കഴിയുന്നുള്ളൂ. എ സീൻ ഇൻറ്റു ബി, എ ബി സീൻ. എ സീൻ ഇൻറ്റു ബി ബാർ, എ ബി ബാർ സീൻ. ബി സീൻ ഇൻറ്റു എ ബി സീൻ. ബി സീൻ ഇൻറ്റു എ ബാർ ബി സീൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എ ബി സീൻ ഇവിടെയുണ്ട്, എ ബി സീൻ ഇവിടെയുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം അത് റിപ്പീറ്റ് ചെയ്ത് തരുന്നതുകൊണ്ട് എനിക്ക് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എ ബി പ്ലസ് ഇതിലേലും ഒരെണ്ണം മതി, എ ബി സീൻ പ്ലസ് ഇവിടെ നോക്കിയപ്പം എ ബി ബാർ സീൻ ഇവിടെ ഉണ്ട്, എ ബാർ ബി സീൻ ഇവിടെ ഉണ്ട്. ആ രണ്ടെണ്ണത്തിനകത്ത് എനിക്ക് എന്ത് വേണേൽ കോമൺ എടുക്കാം? സീന് കോമൺ എടുക്കാം. ഇപ്പോൾ എടുക്കുവാണെങ്കിൽ സീൻ ഇൻറ്റു ഇവിടെ എന്ത് വേണമുള്ളത്? എ ബി ബാർ പ്ലസ് ഇവിടെ എന്താ ഉണ്ട്? എ ബാർ ബി. എന്തിന് ഞാൻ അതിന് മാത്രം കോമൺ എടുത്തു, ഈ സീൻ ഇതിലൂടെ ചേർത്ത് എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഒരേ സാധനം ഒരേ ടേം ഒന്നിൽ കൂടുതൽ തവണ എത്ര തവണ വന്നാലും അത് ഒരു തവണ എഴുതിയാൽ മതി. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരേ ടേം നമ്മുടെ എക്സ്പ്രഷനകത്ത് ഒന്നിൽ കൂടുതൽ തവണ വരുവാണെങ്കിൽ അത് ഒറ്റ തവണ എഴുതിയാൽ മതി. കാരണം ഇതെല്ലാം ഓർ ഗേറ്റ് അല്ലേ, ഇതെല്ലാം ഓർ ഗേറ്റാ. ഇത് ഒരു തവണ വരുന്നതും 100 തവണ വരുന്നതും ഇതോ അത് പറഞ്ഞുതരാടാ. ഇപ്പൊ ക്യാൻസൽ ചെയ്ത് നിനക്ക് മനസ്സിലായില്ല. നമുക്ക് മൊത്തം ഇത്രയും ടൈം ഉണ്ടായിരുന്നു, അതിൽ എ ബി സി എന്ന് പറഞ്ഞത് രണ്ട് തവണ വന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു തവണ മതിയുണ്ട്, ഞാൻ ഒരു തവണ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, കുഴപ്പമില്ലേ. പിന്നെ എനിക്ക് എത്ര ടൈം ഉണ്ട്? 1 2 3 4 ടൈം ഉണ്ടല്ലോ, കുഴപ്പമില്ലേ. അതിൽ എ ബി ഞാൻ അതുപോലെ തന്നെ എഴുതി. എ ബി സീൻ ഒരെണ്ണം മാത്രമുള്ള എ ബി സീൻ അതുപോലെ തന്നെ എഴുതി, മാറ്റമൊന്നും വരുത്തിയില്ല. പിന്നെ ബാക്കിയുള്ള ഏതൊക്കെയാ? ഈ ടേമും ഈ രണ്ട് ടേമാണല്ലോ എനിക്കിനി ബാക്കിയുള്ളത്. ആ രണ്ട് ടേമിനകത്തു നിന്ന് ഞാൻ എന്തോ ചെയ്തു? സീന് കോമൺ എടുത്തു. ഇതിനകത്തുനിന്നും സീന് കോമൺ എടുത്തു, ഇതിനകത്തുനിന്നും സീന് കോമൺ എടുത്തു. അപ്പോൾ എനിക്ക് എന്തോ കിട്ടും? സീൻ ഇൻറ്റു കോമൺ എടുക്കുമ്പോൾ എന്തോ കിട്ടും? ഇതിൽ നിന്ന് സീന് കോമൺ എടുത്താൽ ബാക്കി എന്തോ ഉണ്ട്? എ ബി ബാർ. ഇതിനകത്തുനിന്ന് സീന് കോമൺ എടുത്താൽ ബാക്കി എന്തോ ഉണ്ട്? എ ബാർ ബി. മനസ്സിലായോ? അപ്പോൾ സീൻ ഇൻറ്റു എ ബി ബാർ പ്ലസ് എ ബാർ ബി. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഇതിന് കിട്ടത്തില്ലയോ? സീൻ ഇൻറ്റു എ ബി ബാർ പ്ലസ് സീൻ ഇൻറ്റു എ ബാർ ബി. ഈ ടേം തന്നെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? അയോടാ ആയി. അപ്പം അങ്ങനെ ഞാൻ കോമൺ എടുത്തു. എന്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു സീനുണ്ട്, ഒരുമിച്ച് സീൻ എനിക്ക് വേണമെങ്കിൽ 3 എണ്ണത്തിനകത്തുകൊണ്ട് സീൻ കോമൺ എടുക്കാം. ഞാൻ എടുക്കാതിൻ്റെ റീസൺ വേറൊന്നുമില്ല. ഇത് രണ്ടും മാത്രം ഞാൻ സീന് കോമൺ എടുക്കുവാണെങ്കിൽ എനിക്ക് തന്നെ ഇങ്ങനൊരു ടേം വരുന്നുണ്ട്, എ ബി ബാർ പ്ലസ് എ ബാർ ബി. അത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എ ബി ബാർ പ്ലസ് എ ബാർ ബി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിള്ളേരെ? ഹലോ, എ ബി ബാർ പ്ലസ് എ ബാർ ബി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ആ ഒരു എനിക്ക് എക്സ്പ്രഷൻ എന്തുവാ? എ എക്സ് ഓർ ബി. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ എനിക്ക് എന്ത് എഴുതും? എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എ എക്സ് ഓർ ബി.
അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതും? ഈ എക്സ്പ്രഷൻ എങ്ങനെ ആവും? എ ബി പ്ലസ് എ ബി സി ഇൻ പ്ലസ് സി ഇൻ ഇൻറ്റു ഇതെന്തുമായി? എ എക്സ് ഓർ ബി ആയി. മനസ്സിലായി? കാരണം എ എക്സ് ഓർ ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ്. എഴുതിയേ. ഇനി ഈ രണ്ട് ടേമിനകത്തുനിന്ന് ഞാൻ എ ബി കോമൺ എടുക്കുന്നു. ഈ രണ്ട് ടേമിനകത്തുനിന്ന് ഞാൻ എന്ത് കോമൺ എടുക്കുന്നു? എ ബി കോമൺ എടുക്കുന്നു. അങ്ങനെയാണ് എനിക്ക് എന്താ വരും? എ ബി ഇൻറ്റു ഇതിൽ നിന്ന് കോമൺ എടുക്കുമ്പോൾ എന്താ വരും? പറഞ്ഞേ. എ ബി പ്ലസ് എ ബി സീനകത്തുനിന്ന് എ ബി കോമൺ എടുക്കുവാണെങ്കിൽ ഇവിടെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ടേം വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താ വരും? 1 പ്ലസ് ഇവിടുന്ന് എ ബി പോയാൽ പിന്നെ ബാക്കി എന്താ ഉണ്ട്? സീൻ. 1 പ്ലസ് സീൻ പ്ലസ് ഈ ടേം അതുപോലെ എഴുതുക. സീൻ ഇൻറ്റു എ എക്സ് ഓർ ബി. കുഴപ്പമില്ലേ? 1 പ്ലസ് സീൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? 1 പ്ലസ് എ, 1 പ്ലസ് ബി, 1 പ്ലസ് സി, 1 പ്ലസ് സീൻ, 1 പ്ലസ് എന്ത് വന്നാലും അതിൻ്റെ വാല്യൂ എന്തുവാ? 1 ആ. അപ്പോൾ ഇതെന്താ വരും? എ ബി പ്ലസ് ഇതങ്ങ് 1 ആയിപ്പോയി. എ ബി പ്ലസ് സീൻ ഇൻറ്റു എ എക്സ് ഓർ ബി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫൈനൽ ഒരു ഫുൾ ആഡറിൻ്റെ ക്യാരി ഔട്ടിൻ്റെ എക്സ്പ്രഷൻ. എ ബി പ്ലസ് സീൻ ഇൻറ്റു എ എക്സ് ഓർ ബി. മനസ്സിലായോ? ഈ ഡെറിവേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. ഫുൾ ആഡർ മിക്കവാറും എല്ലാ തവണയും ചോദിക്കുന്നതാണ്. ഫുൾ ആഡറിൻ്റെ ചോദിക്കണം. എന്തുകൊണ്ട് ഞാൻ ഈ രീതിയിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് എളുപ്പത്തിനാണ്. എന്തോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ. അതായത് നമ്മൾ ഹാഫ് ആഡർ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എക്സ്പ്രഷൻ കാര്യങ്ങളെല്ലാം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഹാഫ് ആഡർ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ നിങ്ങളുടെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഹാഫ് ആഡർ പഠിച്ചപ്പോൾ ഹാഫ് ആഡറിൻ്റെ എക്സ്പ്രഷൻ എന്തുമായിരുന്നു? സം എന്തുമായിരുന്നു? എ എക്സ് ഓർ ബിയും ക്യാരി എന്തുമായിരുന്നു? എ ബി. നമ്മൾ ഹാഫ് ആഡർ നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ രണ്ടാമതൊന്നുകൂടെ പറയുന്നില്ല. ഹാഫ് ആഡറിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എ എക്സ് ഓർ ബിയും ക്യാരിയുടെ എക്സ്പ്രഷൻ എന്തുമായിരുന്നു? എ ബിയും ആയിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിലോട്ട് മാറ്റിയത്. അതായത് ഞാൻ ഒരു ഹാഫ് ആഡർ വരയ്ക്കണമെന്ന് വിചാരിച്ചു. ഒരു ഹാഫ് ആഡർ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് 2 ഇൻപുട്ടുകൾ എയും ബിയും കൊടുത്തു. 2 ഔട്ട്പുട്ടുകൾ എന്തൊക്കെയാ? സമ്മും ക്യാരിയും. ഇതാണല്ലോ എൻ്റെ ഹാഫ് ആഡർ എന്ന് പറയുന്നത്. എയും ബിയും ഇൻപുട്ട്, സമ്മും ക്യാരിയും ഔട്ട്പുട്ട്. സമ്മിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്തുവായിരുന്നു? എ എക്സ് ഓർ ബി. ക്യാരിയുടെ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്തുവാ? എ ബി. ഇതാണല്ലോ നമ്മൾ പഠിച്ചത്. എ എക്സ് ഓർ ബിയും എ ബിയും. ഇനി നമ്മുടെ ഫുൾ ആഡറിൻ്റെ ക്യാരി നമ്മളിപ്പോൾ ഫുൾ ആഡറിൻ്റെ സമ്മ് നമ്മൾ പഠിച്ച സമ്മും ക്യാരിയും നമുക്കറിയാം. ഫുൾ ആഡറിൻ്റെ സം എന്തുവാ? ഒരു ഫുൾ ആഡറിൻ്റെ സമ്മ് നമ്മൾ പഠിച്ച് ഇപ്പം കുറച്ചും പഠിച്ചത് ഞാൻ ഒന്നുകൂടെ പറയാം. എ എക്സ് ഓർ ബി എക്സ് ഓർ നിങ്ങൾ രണ്ടാമത് നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല. എ എക്സ് ഓർ ബി എക്സ് ഓർ സീനും ഫുൾ ആഡറിൻ്റെ സമ്മ്. ഫുൾ ആഡറിൻ്റെ ക്യാരി നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത് എ ബി പ്ലസ് എ എക്സ് ഓർ ബി ഇൻറ്റു സീൻ. ഇതാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഫുൾ ആഡറിൻ്റെ സമ്മും ക്യാരിയും നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഇനി നോക്കിയേ, ഹാഫ് ആഡർ എയും ബിയും ഇൻപുട്ട് കൊടുത്തപ്പം എനിക്ക് ഔട്ട്പുട്ടിൽ എ എക്സ് ഓർ ബിയും എ ബിയും കിട്ടി. അപ്പോൾ ഫുൾ ആഡർ എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് 2 ഹാഫ് ആഡർ ഉപയോഗിച്ചും ഒരു ഫുൾ ആഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കിക്കേ. സം എന്ന് പറയുന്നത് എ എക്സ് ഓർ ബി ആ. ഏതിൻ്റെ? ഹാഫ് ആഡറിൻ്റെ. അതായത് ഞാൻ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ ആ ഇൻപുട്ടുകളുടെ തമ്മിലുള്ള എക്സോർ ആണ് സമ്മ്. ആ ഇൻപുട്ടുകളുടെ ആൻഡ് ആണ് ക്യാരി. ശരിയാണോ? ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ എന്താണോ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ സമ്മാണ്. സം എന്ന് പറയുന്നത് എന്തുവാണ്? അത് തമ്മിലുള്ള എക്സോറാ. ക്യാരി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻപുട്ടുകൾ തമ്മിലുള്ള എന്തുവാണ്? ആൻഡ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ. അപ്പം അങ്ങനെയാണെങ്കിൽ എ എക്സ് ഓർ ബി ഓൾറെഡി ഞാൻ ഹാഫ് ആഡർ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞത് കണ്ടേ, എ എക്സ് ഓർ ബി ഓൾറെഡി ഞാൻ ഹാഫ് ആഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ എന്തോ കൂടെ എക്സോർ ചെയ്യണം. സീന് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? എനിക്ക് ഫൈനൽ കിട്ടണമെങ്കിൽ ഒരു ഹാഫ് ആഡറോടെ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇൻപുട്ടിലേക്ക് ഈ ആദ്യത്തെ ഹാഫ് ആഡറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഈ ഹാഫ് ആഡറിൻ്റെ ഇൻപുട്ടിലേക്ക് ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ ഹാഫ് ആഡറിൻ്റെ ഒരു ഇൻപുട്ട് എന്തുവാ? എ എക്സ് ഓർ ബി ആണേ. അതിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ടായിട്ട് ഞാനൊരു സീന് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് ആദ്യത്തെ ഹാഫ് ആഡറിൻ്റെ ഔട്ട്പുട്ട് സം എടുത്തിട്ട് രണ്ടാമത്തെ ഹാഫ് ആഡർ ഇൻപുട്ടും അതിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ടായിട്ട് സീനും കൊടുത്തു എന്ന് വിചാരിക്കുക. എൻ്റെ ഹാഫ് ആഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ എന്തൊക്കെയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തമ്മിലുള്ള എക്സോർ ആയിരിക്കും എൻ്റെ സമ്മ്. ശരിയാണോ? ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ എൻ്റെ ഇൻപുട്ടുകൾ അത് തമ്മിലുള്ള എക്സോർ ആയിരിക്കും എൻ്റെ സമ്മ്. ഇവിടെ ഏതൊക്കെയാണ് ഇൻപുട്ടുകൾ?
ഒരു ഇൻപുട്ട് എ എക്സ് ഓർ ബിയും ഒരു ഇൻപുട്ട് സിന്നും. അങ്ങനെയാണെങ്കിൽ എൻ്റെ സം എന്തുമായിരിക്കും? ഔട്ട്പുട്ട് സം ഈ രണ്ടാമത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ആദ്യത്തെ ഇൻപുട്ട് എ എക്സ് ഓർ ബി, അത് ഏതുമായിട്ട് എക്സോർ ചെയ്യും? രണ്ടാമത്തെ ഇൻപുട്ടുമായിട്ട്. അപ്പോൾ എന്താ കിട്ടും എനിക്ക്? എക്സോർ സീൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ട് സം എന്ന് പറഞ്ഞാൽ എന്തുവാ? എ എക്സോർ ബി എക്സോർ സീൻ. അത് ഏതിൻ്റെ സം തന്നെ? നമ്മുടെ ഒരു ഫുൾ ആഡറിൻ്റെ സം തന്നെ. എന്ന് പറഞ്ഞാൽ രണ്ട് ഹാഫ് ആർഡർ വരച്ചിട്ട് ആദ്യത്തെ ഹാഫ് ആർഡറിനകത്ത് എയും ബിയും കൊടുക്കുന്നു, കിട്ടുന്ന സമ്മിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ ഹാഫ് ആർഡറിൽ കൊടുത്തിട്ട് സി, അതായത് എക്സ്ട്രാ നമ്മുടെ മൂന്നാമത്തെ ബിറ്റ് സീനൂടെ കൊടുത്താൽ എനിക്ക് സമ്മിൻ്റെ അവിടെ എന്ത് കിട്ടും? ഫുൾ ആഡറിൻ്റെ സം കിട്ടും. രണ്ട് ഹാഫ് ആർഡർ ഉപയോഗിച്ച് ഫുൾ ആഡറിൻ്റെ സം കിട്ടും. ഇനി ഫുൾ ആഡറിൻ്റെ നമ്മുടെ ക്യാരി കിട്ടുന്നത് എങ്ങനെയാ? എ എക്സ് ഓർ ബിയും സീനൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അത് ഏതിനൂടെ ഓർ ചെയ്യണം? എ ബിയുമായിട്ട് ഓർ ചെയ്യണം. ഇപ്പം നോക്കി, ഇത് മിക്കവാറും ടൈം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുകൂടെ നോക്കി, നമ്മുടെ ഹാഫ് ആർഡറിൻ്റെ ക്യാരി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹാഫ് ആർഡറിൻ്റെ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ എൻ്റെ ഇൻപുട്ട് അത് തമ്മിലുള്ള ആൻഡാ. അപ്പോൾ ഈ രണ്ടാമത്തെ ഹാഫ് ആർഡർ നോക്കിയേ, അതിൻ്റെ ഇൻപുട്ടുകൾ ഏതൊക്കെയാ? എ എക്സ് ഓർ ബിയും സിയും ആ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ക്യാരി ആണെങ്കിൽ ഹാഫ് ആർഡറിൻ്റെ ക്യാരിയുടെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ഈ രണ്ട് ഇൻപുട്ടുകൾ തമ്മിലുള്ള ആൻഡ് ആണല്ലോ, അതായത് എ എക്സ് ഓർ ബിയും സീനും തമ്മിലുള്ള ആൻഡ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്യാരി ഔട്ട് എന്തുമായിരിക്കും? എ എക്സ് ഓർ ബി ഇൻറ്റു സീൻ ആയിരിക്കുമേ. സീൻ ആയിരിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ടാമത്തെ ഹാഫ് ആർഡർ കൊടുത്തപ്പോൾ എനിക്ക് എന്തോ കിട്ടി? എ എക്സ് ഓർ ബി, ഈ ഒരു ഇൻപുട്ട് എ എക്സ് ഓർ ബിയും രണ്ടാമത്തെ ഇൻപുട്ട് സീനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുള്ള സാധനം കിട്ടി. അതായത് ഈ ടേം കിട്ടി, എ എക്സ് ഓർ ബി ഇൻറ്റു സീന്ന് കിട്ടി. പക്ഷേ എനിക്ക് ഇപ്പോഴും എന്ത് കിട്ടിയിട്ടില്ല? എ ബി കിട്ടിയിട്ടില്ല. എ ബി എവിടെ കിടപ്പുണ്ട്? ആദ്യത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ടും ആദ്യത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ടും ക്യാരി ഔട്ടും തമ്മിൽ ഞാനൊരു ഓർ ഗേറ്റിൽ കൊടുത്താൽ എന്തോ സംഭവിക്കും? ഞാനിപ്പോൾ എഴുതാൻ സൗകര്യം കൂടെ വരയ്ക്കുക. ഒരു ഓർ ഗേറ്റിൽ കൊടുത്താൽ എനിക്ക് എന്തോ കിട്ടും? രണ്ടാമത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ട് എന്തുവാ? എ എക്സ് ഓർ ബി ഇൻറ്റു സീൻ. ആദ്യത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ട് എന്തുവാ? എ ബി. അപ്പോൾ എനിക്ക് എന്തോ കിട്ടും? എ ബി പ്ലസ് രണ്ടാമത്തെ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ട് എന്തുവാ? എ എക്സ് ഓർ ബി ഇൻറ്റു സീൻ. മനസ്സിലായോ? ആ എ ബി പ്ലസ് എ എക്സ് ഓർ ബി ഇൻറ്റു സീൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഫുൾ ആഡർ. എന്തുവാണ്? ഫുൾ ആഡറിൻ്റെ ക്യാരിയുടെ ഔട്ട്പുട്ട്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ രണ്ട് ഹാഫ് ആഡർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും? ഒരു ഫുൾ ആഡർ ഉണ്ടാക്കാൻ പറ്റും. അതിന് അറിഞ്ഞിരിക്കേണ്ട ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ ആ ഹാഫ് ആഡറിൻ്റെ സം എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ടുകളുടെ ഏതൊക്കെയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തമ്മിലുള്ള എക്സോർ. ക്യാരി എന്ന് പറയുന്നത് എന്തുവാ? ഏതൊക്കെയാണോ ഇൻപുട്ടുകൾ കൊടുക്കുന്നത് അത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഇതിനകത്തൊന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും, എങ്കിലും പെട്ടെന്ന് പറയാം. ആർക്കെങ്കിലും ഡൗട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ഇപ്പം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. പറഞ്ഞോ, ചോദിച്ചോ. മനസ്സിലാവാത്തത്? ഹലോ, എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, വളരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ, ശരി ശരി, ഓക്കെ. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. ഇത് പരീക്ഷയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാ തവണയും നമുക്ക് ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഫുൾ ആഡറും ഹാഫ് ആഡറും നമുക്ക് തൽക്കാലം ഇത്രയും മതി, നമുക്ക് അവിടെ കൊണ്ട് നിർത്താം, കുഴപ്പമില്ല. ഇനി നമുക്ക് രണ്ടാമതൊരു വേറൊരു കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ ഇൻട്രൊഡക്ഷനോടെ നമുക്ക് ഇന്ന് പഠിക്കാം. ഫുൾ ആഡർ ഹാഫ് ആഡർ ഇത്രയും മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തി. ഇത് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് ടൈപ്പാണ്. രണ്ടാമത്തെ കോമ്പിനേഷൻ വേറൊരെണ്ണം പുതിയ നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് മൾട്ടിപ്ലെക്സർ. അതിനെ നമ്മൾ ഇങ്ങനെയും പറയും MUX, മക്സ്. അതായത് മൾട്ടിപ്ലെക്സർ അഥവാ മക്സ് എന്ന് നമ്മൾ ഏതിനെ വിളിക്കും? നമ്മൾ ഈ സാധനത്തിന് പറയും. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്ലെക്സർ എന്ന് ആദ്യം അറിയണം. ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ് മൾട്ടിപ്ലെക്സർ എന്ന് പറയുന്നത്. കോമ്പിനേഷണൽ സർക്യൂട്ട് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ അതനുസരിച്ച് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. അതിനകത്ത് വേറെ ഒന്നുമായിട്ട് യാതൊരു ബന്ധമില്ല. ക്ലോക്കുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇൻപുട്ടുമായിട്ടോ പ്രീവിയസ് ഔട്ട്പുട്ടുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ആകെ എന്തുമായിട്ടോ ബന്ധമുള്ളൂ? ഞാൻ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നോ
അതനുസരിച്ച് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാന്നൊരു സാധനം മാത്രമാണ് എന്ത് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ടാണ് ഇത് മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞത്. മൾട്ടിപ്ലക്സറിനെ നിങ്ങൾ വേറൊരു രീതിയിൽ ഓർത്തിരുന്നതിന് എളുപ്പമുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻപുട്ട് സെലക്ടർ. ഓൾസോ മൾട്ടിപ്ലക്സറിനെ നമുക്ക് ഏത് പേരിലും വിളിക്കാം. അങ്ങനെ പേരായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇൻപുട്ട് സെലക്ടർ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇൻപുട്ട് സെലക്ടർ, അതായത് എനിക്കൊരു സിസ്റ്റത്തിലേക്ക് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഔട്ട്പുട്ടിൽ മതി എന്ന് മനസ്സിലായിരിക്കുക. എനിക്കൊരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിലേക്ക് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ എനിക്ക് അറ്റ് എ ടൈം ഒരു ഇൻപുട്ട് മതി. അങ്ങനെ ആണെങ്കിൽ ആ ഇൻപുട്ടുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് മൾട്ടിപ്ലക്സർ. അതായത് ഇപ്പം ഞാനൊരു ബ്ലോക്ക് വരയ്ക്കുക, ഇതെൻ്റെ ഒരു മൾട്ടിപ്ലക്സറാണെന്ന് വിചാരിക്കാം. ഇതിനകത്ത് കുറേ ഇൻപുട്ടുകളുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം എത്ര എന്ന് പറഞ്ഞില്ല, n നമ്പർ ഓഫ് ഇൻപുട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. 0 മുതൽ n-1 വരെയുള്ള n നമ്പർ ഓഫ് ഇൻപുട്ടുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഒറ്റ ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. ഇതെല്ലാം ഇൻപുട്ടുകളാണ്, ഈ കിടക്കുന്ന എല്ലാ ഇൻപുട്ടുകളാണ്, റൈറ്റ് സൈഡിലാണ് ഔട്ട്പുട്ട്. ഒറ്റ ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. ഈ ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണമേ അറ്റ് എ ടൈം എങ്ങോട്ട് പോവുള്ളൂ? ഔട്ട്പുട്ടിലേക്ക് പോവുള്ളൂ. അതായത് ഇത്ര ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം ഇൻപുട്ടുകളെല്ലാം വരുന്നുണ്ടെങ്കിലും ഒരേ സമയം ഒറ്റ ഇൻപുട്ട് മാത്രമേ എങ്ങോട്ട് പോകത്തുള്ളൂ? ഔട്ട്പുട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ സർക്യൂട്ട് തീരുമാനിക്കണം ഇതിലേത് ഇൻപുട്ട് ഏത് സമയത്ത് ഔട്ട്പുട്ടിലേക്ക് പോകണം. ഔട്ട്പുട്ടിലേക്ക് പോകണം എന്ന് ആര് തീരുമാനിക്കണം? ഈ സർക്യൂട്ട് അഥവാ മൾട്ടിപ്ലക്സർ തീരുമാനിക്കണം. അതെങ്ങനെ തീരുമാനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ കുറച്ച് ഇൻപുട്ടുകളുണ്ട്. ദേ ആർ നോൺ ആസ് സെലക്ട് ലൈൻസ്. മൾട്ടിപ്ലക്സറിന് മാത്രമായുള്ള ഒരു സ്പെഷ്യൽ ഇൻപുട്ടാണ് സെലക്ട് ലൈൻ. n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ഉണ്ട്. എന്ന് ഇപ്പോൾ തൽക്കാലത്തേക്ക് പറയാം, എല്ലാത്തിനും എത്ര എണ്ണം എന്നുള്ളത് നമ്മൾ ഫൈനറ്റ് ആയിട്ട് പറയാത്തതുകൊണ്ട് n നമ്പർ ഓഫ് ലൈൻസ് പറയാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സെലക്ട് ലൈൻസിൻ്റെ വാല്യൂ അനുസരിച്ച് ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഒരു മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻപുട്ടുകളും സിംഗിൾ ഔട്ട്പുട്ടും ഉള്ള ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ് ഒരു മൾട്ടിപ്ലക്സർ. മൾട്ടിപ്പിൾ ഇൻപുട്ടും സിംഗിൾ ഔട്ട്പുട്ടും ഉള്ള ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ് മൾട്ടിപ്ലക്സർ. ആ മൾട്ടിപ്ലക്സറിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് വരണം, ഏത് ഇൻപുട്ട് വേണം ഔട്ട്പുട്ടിലോട്ട് വരാൻ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ് സെലക്ട് ലൈൻ. വേറെ രീതി പറയുവാണെങ്കിൽ, സെലക്ട് ലൈനിലെ വാല്യൂ അനുസരിച്ചാണ് മൾട്ടിപ്ലക്സർ തീരുമാനിക്കുന്നത് ഇതിൽ ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകണം. അത് സെലക്ട് ലൈനിൽ ഏതൊരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കുമ്പം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകും. ആ സെലക്ട് ലൈനിൽ വേറൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് വാല്യൂ കിടക്കുമ്പം വേറൊരു ഇൻപുട്ട് ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. എന്നിരുന്നാലും ഒരേ സമയം ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ എവിടേക്ക് പോവുള്ളൂ? ഔട്ട്പുട്ടിലേക്ക് പോകുള്ളൂ. സോ മൾട്ടിപ്ലക്സർ ഈസ് എ മൾട്ടിപ്പിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് കോമ്പിനേഷണൽ സർക്യൂട്ട് സിസ്റ്റം. ഇറ്റ് ഓൾസോ ഹാസ് സെലക്ട് ലൈൻസ്. ദ പർപ്പസ് ഓഫ് ദ സെലക്ട് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ടു ഡിറ്റർമൈൻ വിച്ച് ഇൻപുട്ട് ഷുഡ് ഗോ ടു ദി ഔട്ട്പുട്ട്. ഏത് ഇൻപുട്ടാണ് ഔട്ട്പുട്ടിലേക്ക് സ്റ്റിയർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് ആര്? ഈ സെലക്ട്. അപ്പോൾ സെലക്ട് ലൈൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഏത് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകണം എന്ന് തീരുമാനിക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മൾട്ടിപ്ലക്സർ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ നമ്പർ ഓഫ് ഇൻപുട്ടും സെലക്ട് ലൈൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമ്പർ ഓഫ് ഇൻപുട്ടുകളും സെലക്ട് ലൈനുകളും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതായത് ഈഫ് n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ഉണ്ടെങ്കിൽ 2n ഇൻപുട്ടുകൾ ഉണ്ടാവും എൻ്റെ സിസ്റ്റത്തിൽ. അതായത് എൻ്റെ നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് എന്ന് പറഞ്ഞ n ആണെങ്കിൽ എൻ്റെ ഇൻപുട്ടുകൾ എത്ര ആയിരിക്കും? 2n ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ചു പറയുവാണെങ്കിൽ 2n ഇൻപുട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്ര സെലക്ട് ലൈൻ വേണം? n നമ്പർ ഓഫ് സെലക്ട് ലൈൻ. 2n ഇൻപുട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം എത്ര നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് വേണം? n നമ്പർ. അല്ലെങ്കിൽ തിരിച്ചു പറയുവാണെങ്കിൽ n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ഉള്ള ഒരു മൾട്ടിപ്ലക്സർ ആണെങ്കിൽ അതിന് എത്ര ഇൻപുട്ടുകൾ കാണും? 2n ഇൻപുട്ടുകൾ കാണും. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു 4 ഇൻപുട്ടുള്ള ഒരു മൾട്ടിപ്ലക്സർ, 4 ഇൻപുട്ടുള്ള ഒരു മൾട്ടിപ്ലക്സർ ആണെങ്കിൽ അതിന് എത്ര സെലക്ട് ലൈൻ വേണം? പറഞ്ഞേ, ഈ റിലേഷൻ അനുസരിച്ച് 4 ഇൻപുട്ടുള്ളൊരു മൾട്ടിപ്ലക്സർ ആണെങ്കിൽ എത്ര സെലക്ട് ലൈൻ എനിക്ക് വേണം? എത്ര വേണം?
2 ആ 2n ആണ് 4. അപ്പോൾ n എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? 2 സെലക്ട് ലൈൻസ്. വേറെ രീതി പറയുവാണെങ്കിൽ എനിക്ക് 3 സെലക്ട് ലൈൻ ഉണ്ടെന്ന് വിചാരിച്ചോ. 3 സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻപുട്ട് എത്ര എണ്ണം കാണും? 3 സെലക്ട് ലൈൻ ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ഇൻപുട്ട് കാണും? എത്ര കാണും? 8. കാരണം എന്താ? എൻ്റെ 2n എന്നിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 2 is equal to 8 ഇൻപുട്ടുകൾ കണ്ടേക്കും. എനിക്ക് 4 സെലക്ട് ലൈൻ ആണെങ്കിലോ? 4 സെലക്ട് ലൈൻ ആണെങ്കിലോ? 4 സെലക്ട് ലൈൻ ആണെങ്കിൽ എത്ര ഇൻപുട്ട് കാണും? എത്ര കാണും? 16 ഇൻപുട്ടുകളാണ്. അല്ലെ തിരിച്ചു പറയുകയാണെങ്കിൽ 16 ഇൻപുട്ടുള്ള സിസ്റ്റത്തിന് എത്ര സെലക്ട് ലൈൻ വേണം? 4. 8 ഇൻപുട്ടുള്ള ഒരു മൾട്ടിപ്ലക്സറിന് 4 സെലക്ട് ലൈൻ കണ്ടിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് മൾട്ടിപ്ലക്സർ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, മൾട്ടിപ്പിൾ ഇൻപുട്ടുകളും സിംഗിൾ ഔട്ട്പുട്ടുമാണ് ഏതിൻ്റെ കേസ് വരുന്നത്? നമ്മുടെ ഒരു മൾട്ടിപ്ലക്സറിന് വരുന്നത്. അതിന് നമ്മൾ ഏത് ഇൻപുട്ട് വേണം ഔട്ട്പുട്ടിലേക്ക് പോകണം എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? സെലക്ട് ലൈൻസ് ഉണ്ട്. ആ സെലക്ട് ലൈൻസിൻ്റെ എണ്ണവും നമ്മുടെ ഇൻപുട്ടുകളുടെ എണ്ണം തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. n നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് ഉണ്ടെങ്കിൽ ദർ വിൽ ബി 2n ഇൻപുട്ട്. അല്ലെങ്കിൽ അതർവൈസ് പറയുവാണെങ്കിൽ 2n ഇൻപുട്ടുകൾ നമുക്കുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര സെലക്ട് ലൈൻ വേണം? n സെലക്ട് ലൈൻസ് നമുക്ക് വേണം. അത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എവിടേക്ക് പോവുള്ളൂ? ഔട്ട്പുട്ടിലേക്ക് പോവുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? മനസ്സിലായോ എന്താണ് മൾട്ടിപ്ലക്സർ എന്നുള്ളത്? ജസ്റ്റ് മനസ്സിലായോ? മനസ്സിലായ പിള്ളേരെ? ശരി. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇനി പല ടൈപ്പ് ഓഫ് മൾട്ടിപ്ലക്സറും അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്ന കുറച്ച് ഇംപ്ലിമെൻറ്റേഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം കേട്ടോ. ശരി.